ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ നവ്യ ഒരു കാര്യം തീരുമാനിച്ചു. അനഘയെ കൊല്ലാനായിട്ട് ആള് വരും എന്നുള്ള കാര്യം എത്രയും പെട്ടെന്ന് തന്നെ ആദർശേണ്ണ അറിയിക്കണം. അങ്ങനെ തന്റെ കൂട്ടുകാരുടെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് പോയി. കാരണം അവരാണ് ആദർശിന് ഫോണിലേക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നത്. ആ സമയത്ത് ദേവേൻ ഇങ്ങനെ ആലോചിച്ചു, നവ്യ ആരോടോ ഫോൺ വിളിക്കുന്ന കണ്ടു. അതും വളരെ പതിഞ്ഞ രീതിയിലാണ് സംസാരിക്കുന്നത്, എന്തോ സ്വകാര്യം പറയുന്ന പോലെ. അപ്പോഴാണ് നയനയുടെ വരവ്. നയന വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ കാര്യം നയനോട് പറയണം, മോളെ നവ്യ എന്തൊക്കെയോ കാര്യങ്ങളും മനസ്സിൽ ഒതുക്കണമെന്നുണ്ടെന്ന് തോന്നേ. അതെന്താ, അവള് ഇവിടെ വന്ന് ഇന്ന് പതുങ്ങി ഇന്ന് സംസാരിക്കുന്നുണ്ട്, രഹസ്യമായിട്ട് സംസാരിക്കുന്ന പോലെ. അത് ആരോടെ എന്താണെന്നും അറിയത്തില്ല. പക്ഷെ എങ്കില് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടെന്ന് പറഞ്ഞു. ആരെയോ കൊല്ലുന്ന കാര്യത്തെക്കുറിച്ചൊക്കെയാ. കൊല്ലുന്ന കാര്യത്തെക്കുറിച്ചോ? അതെ, അങ്ങനെ എന്താ ഏതാന്നൊന്നും അറിയത്തില്ല. അത് കേട്ടപ്പോ നയന പറഞ്ഞു, എനിക്ക് ഈയിടെയായിട്ട് നവ്യേച്ചിയുടെ കാര്യത്തിൽ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നവ്യേച്ചി എന്തൊക്കെയോ മനസ്സിൽ ഒളിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് മോളെ, അതെനിക്കും തോന്നിയ കാര്യമാണ്. പക്ഷെ എന്താന്ന് അറിയത്തില്ല. എനിക്ക് തോന്നേ നവ്യക്ക് വേറൊരു മുഖം കൂടി ഉണ്ടോന്ന് അറിയത്തില്ല. ഒരു മുഖം മൂടിയാണ് ഞാനോ അവള് നമ്മുടെ മുന്നില് നിൽക്കുന്നേന്ന് നയന പറഞ്ഞു. അതെനിക്ക് സംശയമില്ലാതില്ല. കാരണം അബിയുടെ കാര്യം പറയുമ്പോൾ നവ്യേച്ചി നമ്മളോട് ദേഷ്യപ്പെട്ടു വരുമെങ്കിലും പക്ഷെ നവ്യേച്ചിയുടെ ഉള്ളിൽ വേറെ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നേ. കാരണം തെളിവ് സഹിതം നമ്മൾ പറഞ്ഞതല്ലേ നവ്യേച്ചിയോട് അബിയുടെ കുഞ്ഞാണ് ചന്തുമോളെന്ന്. എന്നിട്ട് നവ്യേച്ചി വിശ്വസിച്ചില്ല. ഇനിയിപ്പോ വിശ്വസിച്ചില്ലായിട്ട് അഭിനയിക്കുന്നതാണോ അതൊന്നും അറിയില്ല. പക്ഷേ എങ്കിൽ അവളുടെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് എനിക്കറിയാന്ന് പറഞ്ഞു. അതെ, എനിക്കും തോന്നുന്നുണ്ട്. കുറച്ച് നാളുകളായിട്ട് നവ്യേച്ചിയുടെ സ്വഭാവത്തിൽ തന്നെ നല്ല മാറ്റമുണ്ട്. എന്താണെങ്കിലും അധികം വൈകാതെ നമുക്കൊക്കെ അതറിയാൻ പറ്റും അമ്മയെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആദർശിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുവാണ്. സാധാരണ എപ്പോഴും അവരുടെ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ആദർശിനറിയാം. കാരണം കൃത്യമായിട്ടുള്ള മെസ്സേജസ് ആയിരിക്കും തരുന്നത്. അനഘ കൊല്ലപ്പെടാൻ ചാൻസ് ഉണ്ട്. ഹോസ്പിറ്റലിൽ വെച്ച് അനഘയെ കൊല്ലാനായിട്ട് കൊലയാളികൾ എത്തുമെന്ന് ആ മെസ്സേജ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആദർശിന് മനസ്സിലായി അത് നടക്കാൻ പോകുന്ന കാര്യമാണ്. മുമ്പ് നന്ദുവിന് ഇതുപോലെ അപകടം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് നന്ദുവിനെ രക്ഷിക്കാൻ പോയതാ. അന്ന് നന്ദു എവിടെയാന്നുള്ള കൃത്യമായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആദർശിന് കിട്ടിയതും ഈ മെസ്സേജസ് വഴിയാണ്. അങ്ങനെ ആദർശ് ആ മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നയന അങ്ങോട്ടേക്ക് വരുന്നേ. അങ്ങനെ നയനോട് ആദർശ് കാര്യം പറയണം. അപ്പോഴേക്കും നയന പറഞ്ഞു, അല്ല ആരായിരിക്കും അനികയെ കൊല്ലാനായിട്ട്? അബി ആയിരിക്കും. അബി മാത്രമല്ല, ഇതിന്റെ പിന്നെ വേറെ ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കും. എനിക്ക് തോന്നേ വലിയ ബമ്പ സ്രാവുകൾ തന്നെ കാണുമെന്ന് എനിക്ക് തോന്നേ. മിക്കവാറും അനഘയെ ഇല്ലാതാക്കാനായിട്ട് പോന്നേ അബിയോടൊപ്പം ഇനി ആ നാഗേന്ദ്രനും കൂടെ ചേർന്നിട്ടാണോന്ന് എനിക്കറിയില്ല. അത് കേട്ടെന്ന് നയന പറഞ്ഞു, സൂക്ഷിക്കണം ആദർശേട്ടാ, ഒരു പോറൽ പോലും അനഘയെ കേൾക്കാൻ പാടില്ല. ഇനി അവൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവൾ നടക്കാൻ തുടങ്ങിയല്ലോ. ഇനി അവൾക്ക് സംസാരശേഷിയും കൂടെ തിരികെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ പല സത്യങ്ങളും പുറത്തു വരുമെന്നറിയാം, അല്ല പുറത്ത് പറയുമെന്നറിയാം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം, ഡോക്ടറെ കണ്ട് സംസാരിക്കണം, ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. നയന പറഞ്ഞു, ഞാനും കൂടെ വരട്ടെ? വേണ്ട, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നീ വരണ്ട. ഒന്നാമത്തെ കാര്യം എപ്പോഴുള്ള ഈ യാത്ര അത് കുറേയൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നയനെ കൂട്ടാതെ ആദർശ് തന്നെയാണ് പോകുന്നത്. ഈ സമയത്ത് അബി നാഗേന്ദ്രനെ കാണാൻ ചെന്നു. അങ്ങനെ നാഗേന്ദ്രനെ കണ്ട് നാഗേന്ദ്രനോട് കാര്യങ്ങൾ സംസാരിക്കണം. അച്ഛനറിയാലോ ചന്തുമോൾ എന്റെയാന്നുള്ള കാര്യങ്ങൾ നവ്യക്ക് ഇതുവരെയായിട്ടും അറിയത്തില്ല. അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടാവും, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർന്നു. പിന്നെ ഇതിനു മുമ്പ് അവളുടെ സംശയം ഉണ്ടായി കഴിഞ്ഞ സമയത്ത് അതൊക്കെ നമ്മൾ ദൂരീകരിച്ച് കൊടുത്താണ്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. എന്തെങ്കിലും കള്ളത്തരം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെ തീർന്നു. അനഘ റിക്കവറായിട്ട് വരുക. അവള് നടക്കാൻ തുടങ്ങിയെന്ന് അറിയാൻ കഴിഞ്ഞേ. ഇനി അവള് സംസാരിക്കാനും കൂടെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ കഴുത്തിന് മീതെ തല കാണത്തില്ല. അവള് മിക്കവാറും അനഘ വീട്ടിലേക്ക് വന്ന് സത്യങ്ങളൊക്കെ തുറന്നു പറയും. എന്റെ മോളാണ് ചന്തു എന്നുള്ള അതറിഞ്ഞു കഴിഞ്ഞിട്ടുള്ള നവ്യനെ വെറുതെ വെച്ചേക്കില്ല. എന്താടാ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അനഘയെ തീർത്ത് കളയണം എത്രയും പെട്ടെന്ന് തന്നെ. ഇനി അനഘ ജീവനോടെ ഉണ്ടാകാൻ പാടില്ല. അവള് ജീവനോടെ ഉണ്ടെങ്കിൽ അവൾ അനന്തപുരിയിലേക്ക് കയറി വരും. അച്ഛനറിയാലോ, ഇപ്പം അച്ഛൻ ഇവിടേക്ക് വന്നതിന് പിന്നെ അച്ഛനെ ഞാൻ കാണാൻ വരുന്നുണ്ടോന്ന് അമ്മയ്ക്ക് പോലും സംശയമുണ്ട്. അതുകൊണ്ട് അമ്മ പോലും എന്നെ എതിർത്ത് നിൽക്കുക. എനിക്ക് ഈ കാര്യം അമ്മയോട് പോലും പറയാൻ പറ്റില്ല. അമ്മയ്ക്ക് പോലും എന്നോട് ദേഷ്യമാണ്. അച്ഛനെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ദേഷ്യമുണ്ട്, സംശയമുണ്ട്. എങ്ങാനും അങ്ങനെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ആദ്യം എന്നെ ആയിരിക്കും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. എന്താ ഏതാന്നൊക്കെ അറിയത്തില്ല. അച്ഛനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അമ്മയ്ക്ക് നല്ല ദേഷ്യമാണ്.
നാഗേന്ദ്രൻ പറഞ്ഞു, അവൾക്ക് കുറച്ച് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവൾക്ക് നല്ല പേടിയുണ്ടോ മോനെ? നിന്റെ അച്ഛനെ അവൾക്ക് ശരിക്കും പേടിയാ. അല്ലച്ച, എന്താ അതിന് കാരണം? കാരണം സഹിതമൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും പറയാം. ഇപ്പൊ അതിനുള്ള സമയമല്ലല്ലോ. അച്ഛ, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. എന്ത് ചെയ്യാനാ? എന്റെ മകനായി പോയില്ല നീ. എടാ, നിന്നോട് മുമ്പ് തൊട്ടേ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ വേണ്ടാത്ത വയ്യാവേലിയിലൊന്നും പോയി ചാടലെന്ന്. അച്ഛ, അതങ്ങനെ സംഭവിച്ചു പോയി. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പെൺ വിഷയത്തിൽ നിനക്ക് ഇച്ചിരി താല്പര്യം കൂടുതലുണ്ട്. ദേ, അങ്ങനെ എങ്ങാനും പോയി ഉള്ള ജീവൻ നശിപ്പിച്ച് കളയരുത്. ഇല്ലച്ച, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. എടാ, ആ ചന്തുമോള് നിന്റെ കുട്ടിയാന്ന് നിനക്കറിയാലോ. അത് അതൊക്കെ ശരിയാച്ച. പക്ഷെ എങ്കില് അനഘയെന്ന് പറയുന്നവള് ജീവനോടെ ഇരിക്കാൻ പാടില്ല. അവളാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രു. അവൾ ഈ ഭൂമിക്ക് മീതെ ഉണ്ടെങ്കിലാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം. അവളെ തീർക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണോ വെച്ചാ ഞാൻ നോക്കട്ടെ. ഞാൻ വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. അറിയാലോ. അങ്ങനെ കുറെ ഉപദേശങ്ങളൊക്കെ അബിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് ആദർശ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എന്ന് ഡോക്ടറെ കാണുവാണ്. ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറുടെ കാര്യങ്ങൾ പറഞ്ഞു. അതെ, അനഘ റിക്കവറായി വരുന്ന കാര്യങ്ങൾ ശത്രുക്കൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് അനഘയെ കൊല്ലാനായിട്ട് ആളെ വിടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, ഇവിടെ വരുന്ന ഓരോരുത്തരും ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നേ. അതുകൊണ്ട് ആ കാര്യത്തിൽ ആദർശ് സാറ് പേടിക്കൊന്നും വേണ്ട. അനഘയ്ക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അതെ, ഒരു കാരണവശാലും പോലും സംഭവിക്കില്ല. ഞങ്ങൾക്ക് അത്ര വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞങ്ങള് ഇവിടെ അവളെ ആക്കിയിരിക്കുന്നത്. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. പിന്നീട് നേഴ്സുമാരോടൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ അല്ലെന്ന് ആരെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ വിവരം അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പിന്നീട് ആദർശ് നേരെ അനികയുടെ അടുത്തേക്ക് വന്നു. അപ്പൊ അനിക്ക് സംസാരശേഷി ഇല്ലെന്നേ ഉള്ളൂ, കാലക്കെന്നൊക്കെ തിരിച്ചറിയാൻ പറ്റൂലോ. അപ്പൊ ചന്തമോളും ഉണ്ടായിരുന്നു, ഓമന ചേച്ചി അവിടെ ഉണ്ടായിരുന്നു അനഘയെ ശുശ്രൂഷിക്കുന്നേ. അങ്ങനെ അവിടെ ചെന്നിട്ട് ആദർശ് പറഞ്ഞു, അതെ, അനഘ റിക്കവറായി വരുവാന്നുള്ള കാര്യങ്ങൾ ശത്രുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏത് നിമിഷമുള്ളൂ ഒരാക്രമണം പ്രതീക്ഷിക്കാം. അത് ഏത് വിധേന വരുന്നതെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഡോക്ടേഴ്സിന്റെ നേഴ്സുമാരുടെ ഒക്കെ കണ്ണുപിടിച്ച ഒരു കൊലയാളി ഏത് നിമിഷം വെള്ളം ഇങ്ങോട്ട് കടന്നു വരാം. അപ്പൊ എപ്പോഴും ജാഗരൂകനായിട്ട് ഇരിക്കണം. എഴുന്നേറ്റ് നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, കൈയും കാലും ഒക്കെ അനക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ സംസാരശേഷി മാത്രമല്ലേ ഇല്ലാത്തുള്ളൂ. അതുകൊണ്ട് പരിചയമില്ലാത്ത ആരെങ്കിലും കാണുക, അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ പ്രതികരിച്ചേക്കണം. അങ്ങനെ ആദർശ് ഒരു ക്ലാസ് ഒക്കെ അനേക്ക് എടുക്കുന്നുണ്ട്. കാരണം ആദർശിനറിയാം, ഒരുപക്ഷെ ഇവിടെ ഉള്ളവരുടെ എല്ലാവരെയും കണ്ണു വെട്ടിച്ച് എപ്പോൾ വേണേലും ഏത് നിമിഷം വേണേലും ഒരു കൊലയാളി ഇങ്ങോട്ടേക്ക് വരാന്ന്. അങ്ങനെ ചന്തമോളോടും കുറച്ച് സമയമൊക്കെ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് ആദർശ് പോകുന്നത്. അതേസമയം നാഗേന്ദ്രന് അനഘയെ ഇല്ലാതാക്കാനായിട്ട് ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. സാധാരണ പുരുഷന്മാർ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേനല്ല കൂടുതൽ ശ്രദ്ധിക്കുന്നേ കൊലയാളികളായിട്ട് അങ്ങനെ ആരെങ്കിലും വരുമോന്ന്. അതുകൊണ്ട് ഇത്തവണ നേഴ്സിന്റെ രൂപത്തിൽ ഒരു സ്ത്രീയെ അങ്ങോട്ട് വിടാൻ തന്നെ തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ട് ഒരുത്തിയെ ഏർപ്പാടാക്കുന്നുണ്ട്, ഒരു പെണ്ണിനെ ഏർപ്പാടാക്കുവാണ്. അവൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. അപ്പൊ അവിടുത്തെ യൂണിഫോം കാര്യങ്ങളൊക്കെ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് യൂണിഫോം, ഇതാണ് ആ ഹോസ്പിറ്റലിലെ യൂണിഫോം, ഇതിട്ടുകൊണ്ട് അങ്ങോട്ട് കയറിയാൽ മതി, ഈ മരുന്ന് ഇഞ്ചെക്ട് ചെയ്താൽ മതി. അപ്പൊ അതിന് വേണ്ട മരുന്നും കാര്യങ്ങളും എല്ലാം കൊടുത്തു. ഈ മരുന്ന് ഇഞ്ചെക്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേനും അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവള് വേഷം കെട്ടി എന്ത് ചെയ്യുവാണ്, ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. അപ്പൊ അവിടുത്തെ നേഴ്സിന്റെ യൂണിഫോം ആയതുകൊണ്ട് പെട്ടെന്ന് ആരും അങ്ങനെ ശ്രദ്ധിക്കത്തൊന്നും ഇല്ലല്ലോ. അങ്ങനെ നേരെ വരുന്ന വേറെ ഒരിടത്തേക്കും ആയിരുന്നില്ല, അനഘ കിടന്ന മുറിയിലേക്കാ വരുന്നേ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ചന്തുമോളും ഓമന ഉണ്ടായിരുന്നു. അവര് നേഴ്സല്ലേ വന്നിരിക്കുന്നേ. അപ്പത്തേനും അവരങ്ങോട്ട് മാറി. പെട്ടെന്ന് മുഖത്തേക്കൊന്നും അങ്ങനെ ശ്രദ്ധിച്ചില്ല. പക്ഷേ എങ്കില് അവരെങ്ങനെ വന്ന് ഇഞ്ചക്ഷൻ എടുക്കാണ്ട് തുടങ്ങി കഴിയുമ്പോഴത്തേനും അനഘ ഇങ്ങനെ നോക്കുവാണ്. ഇതൊരു പരിചയമില്ലാത്ത ആളോ. അപ്പൊ ഇത്രയും ദിവസങ്ങളായാലും അനഘ അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് അനഘയ്ക്ക് ഓരോ നേഴ്സുമാരെ അറിയാം. അതുകൊണ്ട് പരിചയമില്ലാത്തൊരു മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനഘ ഒരു അമ്പരപ്പോടെ നോക്കുകയാണ്. പെട്ടെന്ന് അവര് കയ്യേലേക്ക് ഇങ്ങനെ കുത്തി വെക്കാണ്ട് സഞ്ജയും കൂടെ വരുമ്പോഴത്തേനും അനഘ ചാടി എഴുന്നേറ്റ് ഒരു തട്ടാണ്. ഒട്ടും അവരിത് പ്രതീക്ഷ കാര്യമായിരുന്നില്ലത്. ഒരു നിമിഷം ഓമന ചേച്ചി പോലും ഞെട്ടിപ്പോയി. അപ്പോഴേക്കും അനഘ ചാടി എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർക്ക് അപകടം അടുത്തു. അവർക്ക് മനസ്സിലായി പിടിക്കപ്പെടുമെന്നൊരു ചിന്ത. പെട്ടെന്ന് തന്നെ അവരിറങ്ങി ഓടുവാണ്. അപ്പോഴാണ് ബാക്കിയുള്ളവർക്കൊക്കെ കാര്യം മനസ്സിലായത് എന്താ ഏതാന്ന്. അങ്ങനെ അവരങ്ങ് രക്ഷപ്പെടാൻ തുടങ്ങുമ്പോഴത്തേനും ഓമന ചേച്ചി പോയി ബാക്കി നേഴ്സുമാരെയൊക്കെ വിളിച്ചോണ്ട് വരുമ്പോഴത്തേനും അവരവിടുന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ആ വലിയ അപകടത്തിൽ നിന്ന് ആ ഒരു സമയം അനഘ രക്ഷപ്പെടുന്നുണ്ട്. അവളെ കൃത്യസമയത്ത് തന്നെ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് അവളുടെ ജീവൻ നിലനിർത്താനായിട്ട് അവൾക്ക് പറ്റിയത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, സംസാരശേഷി ഇല്ലെങ്കിലും
അനേക്കറിയാം തന്നെ കൊല്ലാനായിട്ട് ഒരാൾ കൊലയാളി പുറകെ നടക്കുന്നുണ്ട്. അത് അഭി അയച്ച ആരെങ്കിലും ആയിരിക്കും തന്നെ സംശയിക്കുന്നേ. അപ്പൊ എന്താണെങ്കിലും അവളെ രക്ഷപ്പെട്ടു പോകുന്നതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.